ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഇനി മുടി വളരില്ല. പ്രായം കൂടുമ്പോൾ മുടി ഡ്രൈ ആയിട്ട് തന്നെ തുടരും. ഇനി എന്ത് നമ്മൾ തലയിൽ ചെയ്താലും മുടി നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് വരില്ല. ഇത്തരം വാക്കൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ കണ്ണടിയിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ മുടിക്ക് ഒട്ടും കട്ടിയില്ലാത്തതുപോലെ ഫീൽ ചെയ്യും. മുടിയിലൊന്ന് ചെറുതായിട്ടൊന്ന് പിടിക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോകുന്നു, മുടി ഊരിപ്പോകുന്നു. നമ്മുടെ മുടി വളരെ ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിശബ്ദമായിട്ട് സങ്കടപ്പെടാത്തവരായിട്ട് ആരുമില്ല അല്ലേ? എന്നാൽ ഇത് നമ്മുടെ പ്രായത്തിൻ്റെ പ്രശ്നമല്ല കേട്ടോ. മുടിക്ക് കിട്ടേണ്ട പരിചരണം ശരിയായ രീതിയിൽ കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ സ്നേഹത്തോടെ നല്ല രീതിയിൽ പരിചരിച്ചെങ്കിൽ മാത്രമേ എന്തും നിലനിൽക്കുകയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ കാര്യമായാലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏത് പ്രായത്തിലും ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന, ഈവൻ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ഹെയർ മാസ്ക് ആണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാജിക്കൽ ഹെയർ മാസ്ക് എന്ന് തന്നെ പറയാം. ഇത് നമ്മുടെ മുടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഈ ഒരു മാസ്ക് കൊണ്ട്, അതായത് മുടി പൊട്ടിപ്പോവുക, മുടി ഡ്രൈ ആയി പോവുക, മുടി കൊഴിയുക, മുടി വളരെ തിന്നായി പോവുക, അതുപോലെ തന്നെ ഫ്രിസി ആയി പോവുക, ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ മാസ്ക് സഹായിക്കുകയെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, വെറും 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട്, ഇത് വളരെ വിലയെന്നുള്ളതല്ല കേട്ടോ ഈ സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ പുറത്ത് പാർലറിലൊക്കെ പോയിട്ട് വില കൂടിയ മാസ്കൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു ഹെയർ മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് നമ്മുടെ മുടിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ചുമ്മാ പുറത്ത് പോയി പൈസ കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ആൽമണ്ട് ഗമ്മാണ് കേട്ടോ. ഇത് പലരും ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും കേട്ടോ. ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൽമണ്ട് മരം ഇല്ലേ, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന, അതായത് വരുന്ന ഒരു നാച്ചുറൽ റെസിനാണേ. ഇത് നമ്മുടെ സ്കിന്നിനായാലും അതുപോലെ തന്നെ ഹെയറിനായാലും 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. നമുക്ക് നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നത് തടയാനും, അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ ഷൈനി ആൻഡ് സിൽക്കി ആയിട്ട് നിലനിർത്താനും, നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇത്. ഇനി വേണ്ടത് നമ്മുടെ ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. നമുക്ക് ഓൺലൈനിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ അങ്ങാടിക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാക്സ് സീഡ് ധാരാളമായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ സാധനം നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഫ്ലാക്സ് സീഡ്. അപ്പോൾ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാക്സ് സീഡാണ്. നമ്മുടെ ഫ്ലാക്സ് സീഡ് കൂടുതൽ നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്നത് മുടി നല്ല സിൽക്കി ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ അറിയാവോ കേട്ടോ. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഫ്ലോർ ആണ്. ഇത് നമ്മുടെ സ്കിന്നിന് മാത്രമല്ല മുടിക്കും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ ആൽമണ്ട് ഗം ഒരു സ്പൂൺ എടുത്തതിന് ശേഷം അത് നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ഓവർനൈറ്റ് ഫുള്ളും വയ്ക്കുന്ന സമയത്ത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഒരു ജെല്ലി ടൈപ്പിലിരിക്കും. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൽമണ്ട് ഗം നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ മുടിയുടെ നീളം അനുസരിച്ചിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല നീളമുള്ള മുടിയാണെങ്കിൽ 1 ടീസ്പൂൺ എടുക്കുക. അത്ര ലെങ്തൊന്നും ഇല്ലാത്ത മുടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു 3 ടീസ്പൂൺ നമ്മുടെ ഫ്ലാക്സ് സീഡ് എടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ എടുത്തിട്ട് രണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു 5 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ 5 ഗ്ലാസ് വെള്ളം എടുക്കണമെന്ന്, അത്രയും വെള്ളം നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് 5 ഗ്ലാസ് വെള്ളം എടുക്കുക. ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യണം. നമ്മളെ കോൺഫ്ലോറും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡും ഈ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതൊരു 10 മിനിറ്റ് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ജെല്ല് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം ചൂടാക്കി എടുക്കണം. ഇതൊരു ജെല്ലി ഫോമിലേക്ക്, അതായത് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിയായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ചൂടോട് തന്നെ ഇത് അരിച്ച് മാറ്റാം. ഇത് ചൂടോടെ അരിച്ച് മാറ്റിയില്ലായെങ്കിൽ നമ്മുടെ ഫ്ലാക്സ് സീഡ് ജെല്ലി ടൈപ്പിലായി പോകും കേട്ടോ. പിന്നെ നമുക്ക് അരിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അപ്പോൾ നമ്മൾ ചെറു ചൂടോടെ തന്നെ ഇത് അരിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ആൽമണ്ട് ഗമ്മില്ലേ, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു 5-6 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കാക്കി നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടുന്ന കേട്ടോ. നല്ല വൈറ്റ് കളറിൽ നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് കുളിക്കുന്നതിനൊരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് മുമ്പേ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കുളിക്കുന്ന സമയത്ത് ഏതെങ്കിലും എന്ന് പറയുമ്പോൾ സൾഫേറ്റ് രഹിത ഷാമ്പു ഉപയോഗിച്ച്
നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നമ്മുടെ മുടി വേരുകൾക്ക് ശക്തി നൽകി മുടി നല്ല സമൃദ്ധമായിട്ട് വളരാൻ വേണ്ടിയിട്ടും നമ്മുടെ ഹോർമോണൽ ഇൻബാലൻസ് കാരണം ഉണ്ടാകുന്ന ഹെയർ ഫാളിനെ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ഹെയർ മാസ്ക് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുടി പൊട്ടിപ്പോവുക, മുടി ഡ്രൈ ആയി പോവുക, ഫ്രിസ്സായി പോവുക, അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ മാസ്ക് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും നിങ്ങൾ കുറഞ്ഞത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇത് ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഒരു 3-4 പ്രാവശ്യം ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാൻ സമയമാകുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് തണുപ്പ് മാറിയതിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പുറത്ത് പാർലറിൽ പോയി ചെയ്യേണ്ട കാര്യം സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലിരുന്നിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്, അധികം പൈസ ചിലവില്ലാതെ. അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.